എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലെ തന്നെ കൊല്ലക എന്ന പ്രദേശത്തെ ഒരു CMS LP സ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ കരുനാഗപ്പള്ളി ടൗണിലുള്ള ബോയ്സ് ഹൈസ്കൂളിൽ ചേർന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്റർ പ്രസിദ്ധ നടനായിരുന്ന നെടുമുടി വേണുവിൻ്റെ അമ്മാവനായ VA നാരായണപിള്ള സാറായിരുന്നു. അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ട് പഠിക്കാനിടയായതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. സംഗീതത്തിൻ്റെയും കഥകളിയുടെയും ഓട്ടംതുള്ളലിൻ്റെയും ഒക്കെ പ്രാഥമിക പാഠങ്ങൾ അദ്ദേഹം ക്ലാസ്സിൽ ഞങ്ങൾക്ക് നൽകുമായിരുന്നു. അവിടെ ആ SLC പാസ്സായതിനു ശേഷം ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയത്. അവിടുത്തെ ചില അധ്യാപകരെ പറ്റി ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. MRT നായർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇംഗ്ലീഷ് അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു അനുഭവമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഞാൻ ഇന്നത്തെ SFIയുടെ പൂർവ്വരൂപമായ KSFിൻ്റെ പ്രവർത്തകനായിരുന്നു. ശാസ്താംകോട്ട കോളേജിൽ നിന്നും പിന്നെ ഞാൻ പോയത് മാവേലിക്കര ബിഷമൂർ കോളേജിലേക്കാണ്. യഥാർത്ഥത്തിൽ എന്നെ ഞാനാക്കിയത് ആ കലാലയമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവിടുത്തെ അധ്യാപകരെല്ലാം തന്നെ ഒന്നിനൊന്ന് നല്ലവരായിരുന്നു. ഞങ്ങളുടെ എക്കണോമിക്സിൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ കൃഷ്ണയ്യർ, ഇംഗ്ലീഷിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന നൈനാം കോശി സാറ്, അന്ന വർഗീസ് മാഡം, അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു അധ്യാപകനായിരുന്നു പിന്നീട് സിനിമാ നടനായി മാറിയ നരേന്ദ്രപ്രസാദ് സാറ്. അത് ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു അവസരമായിരുന്നു നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ക്ലാസ്സിലൂടെ പോവുക എന്നുള്ളത്. അങ്ങനെ ഡിഗ്രി എടുത്തതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ഞാൻ നേരത്തെ എഴുതിയിരുന്ന ടെസ്റ്റിൽ എനിക്കൊരു നല്ല റാങ്ക് കിട്ടുകയും KSRTCയിലെ മിനിസ്റ്റീരിയൽ വിങ്ങിലെ ജോലി കിട്ടുകയും ചെയ്തു. അതിനുശേഷം മറ്റു പലയിടങ്ങളിലും ജോലി കിട്ടി. അടൂരിലെ ഗവൺമെൻറ് ട്രഷറിയിൽ, ഗവൺമെൻറ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ എന്നാൽ തന്നെയും ഞാൻ KSRTCയിൽ തന്നെ തുടർന്നു. എൻ്റെ പ്രവർത്തന കാലം അത്രയും ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ എൻ്റെ ജോലികൾ ചെയ്യാതെയല്ല, എൻ്റെ ജോലികൾ പരിപൂർണമായിട്ട് ഉറക്കം വളച്ചിരുന്നുകൊണ്ട് പോലും ചെയ്ത് തീർത്തിട്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു. അത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത്. സാധാരണക്കാർക്ക് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ജോലി ചെയ്യത്തില്ല, ഉഴപ്പും എന്നൊരു ധാരണയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. അതിന് തികച്ചും വിപരീതമായിട്ട് ഞാൻ എൻ്റെ ജോലികൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് യൂണിറ്റിൻ്റെ CIT യൂണിയൻ്റെ ഹെഡ് ഓഫീസ് യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് മാറി. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടും ഞാൻ മാറി. ഈ കാലഘട്ടത്തിലായിരുന്നു എൻ്റെ വിവാഹം. ആലപ്പുഴ സ്വദേശിനിയായ അന്നമ്മ ഡാനിയേൽ എന്ന ആളിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അദ്ദേഹം ചങ്ങനാശ്ശേരി ആലപ്പുഴ സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിഗ്രിയും, അതിനുശേഷം ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി. അതിനുശേഷം മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ കോളേജിൽ നിന്ന് B.Ed കഴിഞ്ഞു. അപ്പോൾ അന്നമ്മയ്ക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടുകയും 78 ജോലി കിട്ടുകയും തുടർന്ന് 2011 മുതൽ 2011 വരെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2011 അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് ജോലിയിലിരിക്കുകയാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലിയോടെ 100% ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കറപ്ഷന് അതീതമായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്വാളിറ്റി കിട്ടിയത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നും അമ്മാച്ചന്മാരിൽ നിന്നും, അതുപോലെ തന്നെ അതിനുള്ള വിത്തുകൾ പാകി കിട്ടിയത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നുമാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്ന വിദ്വാൻ VT ഡേവിഡ്, അദ്ദേഹം ഒരു മലയാളം അധ്യാപകനായിരുന്നു ഹൈസ്കൂളിൽ. അദ്ദേഹം ആണ് കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CSI സഭയുടെ ചരിത്രം ആദ്യമായിട്ട് എഴുതുന്നത്. ആംഗ്ലേയ സഭാചരിത്രം എന്ന ആ പുസ്തകം
ഇന്നും പല പുതിയ പുസ്തകങ്ങളിൽ പോലും പരാമർശിക്കപ്പെടുന്നുണ്ട്. അവരിൽ നിന്നും പഠിച്ച ഒരു കാര്യം, നമ്മൾ ഗവൺമെന്റ് സർവീസിൽ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകണം, നമുക്ക് ജോലി തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ശമ്പളം തരുന്നത് നമ്മുടെ ജനങ്ങളാണ് എന്ന ചിന്താഗതി ഉണ്ടാകണം എന്ന് അവരിൽ നിന്ന് ഞാൻ പഠിച്ചു. എൻ്റെ അമ്മ സാറാമ്മ ഡേവ്, അമ്മയൊരു തഹസിൽദാരായിരുന്നു. പക്ഷേ കറപ്ഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ അമ്മ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതെനിക്ക് പലപ്പോഴും പാഠമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം സാധാരണഗതിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഒരു പറച്ചിലുണ്ട്, അവര് മിക്കപ്പോഴും എല്ലാവരും തന്നെ നല്ല മദ്യപാനികളായിരിക്കും. എൻ്റെ അപ്പച്ചൻ മദ്യത്തിൽ നിന്നും കൈക്കൂലിയിൽ നിന്നും മാറിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 6 പേരും, എനിക്ക് തോന്നുന്നു അതുകൊണ്ടാകാം, ഞങ്ങൾ 6 പേരും തന്നെ വലിയ നിലകളിലെത്തിയില്ലെങ്കിലും എല്ലാവരും തന്നെ സാമാന്യമായിട്ട് ജീവിക്കത്തക്ക നിലകളിലെത്തി. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ വ്യക്തിവികാസത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്നാണ് ബൈബിളിനെ പറ്റി പഠിച്ചത്. ഒരു 7 വയസ്സ് മുതൽ ഞാൻ ബൈബിളിനെ പറ്റി വല്യപ്പച്ചൻ എനിക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു, എൻ്റെ സംശയങ്ങൾ തീർത്തു തരുമായിരുന്നു. അങ്ങനെ വരവേ എനിക്കൊരു 10-11 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ താലൂക്ക് ലൈബ്രറി, ലാലാജി ഗ്രന്ഥശാല എന്ന് കരുനാഗപ്പള്ളിയുള്ളവർക്കെല്ലാം അറിയാം, അവിടെ ഞാൻ അംഗത്വം എടുത്തു. ആദ്യം വായിച്ച പുസ്തകം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയായിരുന്നു. അതിലെ പല കാര്യങ്ങളും ഞാൻ ഓർക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു വലിയ കാര്യം, അമ്മ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. വല്യപ്പച്ചൻ അതിലെ കഥകളും അതുപോലെ തന്നെ കാർട്ടൂണുകളും ഓരോന്നായിട്ട് വിശദീകരിച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നു. ലൈബ്രറിയിലെ പുസ്തകങ്ങളും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യമായിട്ട് ബുദ്ധിപരമായ വികാസം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അന്ന് മാതൃഭൂമിയിൽ വന്നിരുന്ന ചില നോവലുകളും മറ്റും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രാം സ്റ്റോക്കറിന്റെ ട്രാക്കുള സീരിയലൈസ് ചെയ്തത് അന്നാണ് ഞാൻ വായിച്ചത്, മാതൃഭൂമിയിലൂടെയാണ് ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ കേരള തീരത്ത് നടത്തിയിട്ടുള്ള അടിമക്കച്ചവടത്തെ പറ്റിയും ക്രൂരതകളെ പറ്റിയും വിശദീകരിക്കുന്ന ഒരു നോവൽ പഴയകാലത്തുണ്ടായിരുന്നു, തിക്കൊടിയന്റെ ചുവന്ന കടൽ. ആ ചുവന്ന കടൽ എന്ന പുസ്തകത്തിലെ പൊക്കൻ എന്ന കഥാപാത്രത്തെ ഞാൻ ഇന്നും ഓർക്കുന്നു. ആ പുസ്തകം ഇന്ന് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ എൻ്റെ സ്വന്തം കളക്ഷനിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വായനയിലൂടെ മുന്നേറിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നേറി വന്നപ്പോൾ പലപ്പോഴായിട്ടും പല പുസ്തകങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. റസലിന്റെ മാരേജ് ആൻഡ് മോറൽസ് മുതലായ പുസ്തകങ്ങൾ, വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ തുടങ്ങിയ പുസ്തകങ്ങളും ആ കൂട്ടത്തിൽ വന്നു. അങ്ങനെ ആ വളർച്ചയുടെയും വികാസത്തിന്റെയും ഭാഗമായിട്ട് 15 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഈ മതവും ദൈവവിശ്വാസവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത ഘടകങ്ങളാണെന്ന് എനിക്ക് പരിപൂർണമായിട്ടും ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഇന്നും ഞാൻ എൻ്റെ ജീവിതം ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ദൈവവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് തന്നെയുമല്ല, ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി, മോർ ബ്ലഡ് ഈസ് ഷെഡ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആൻഡ് റിലിജിയൻ ദാൻ എനി അതർ കോസ് എന്ന് മാത്രമല്ല, റിലിജിയൻ ഇസ് പോയിസൺ എന്ന് നെഹ്റു പറഞ്ഞു. ഞാൻ ഇന്നും അതിൽ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനായിട്ട്, ഒരു നല്ലവനായ മനുഷ്യനായിട്ട് ഈ ലോകത്തിന് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി കൂടെ, നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ നമ്മളെ സന്നദ്ധരാക്കാൻ മതത്തിന് കഴിയത്തില്ല എന്ന് മാത്രമല്ല, മതം നമ്മളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്ന ഒരാളിനെ പോലും അവൻ ഏത് ജാതിക്കാരനാണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഇവ രണ്ടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദ്വേഷവും വെറുപ്പും ജനിപ്പിക്കുകയും ആ രീതിയിൽ പോവുകയും ചെയ്തിട്ടുള്ളത് മതവിശ്വാസമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അമേരിക്കയുടെ ചരിത്രവും അതിൽ നിന്നും വിഭിന്നമല്ല. ഇവിടെ 13 കോളനികൾ തുടങ്ങിയപ്പോൾ 8 കോളനികളും വിവിധ വിഭാഗങ്ങളുടെ കൈകളിലായിരുന്നു, മതവിഭാഗങ്ങളുടെ. ആ സ്വന്തം മതവിശ്വാസത്തിൽ വിശ്വസിക്കാത്തവരെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന പ്രവണതകളുണ്ടെന്ന് അമേരിക്കൻ ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്.
ഞാൻ അങ്ങനെ KSRTCയിൽ എൻ്റെ ജോലി തുടർന്നു വന്നു. പക്ഷേ എനിക്കൊരു 44 വയസ്സായപ്പോഴത്തേക്കും ഞാൻ ഒരു ഹൃദ്രോഗിയായിട്ട് മാറി. ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും വേണ്ടി വന്നു. അപ്പോൾ ആ രംഗത്ത് വെച്ച് ഞാൻ എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ വിട്ടു നിൽക്കേണ്ടി വന്നു. ഇന്ന് 1955 വയസ്സായി കഴിഞ്ഞിട്ട് 2005 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത് KSRTCയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണ്. ഞാൻ എൻ്റെ സർവീസിൻ്റെ ബഹുഭൂരിപക്ഷ സമയവും ഞാൻ ജോലി ചെയ്തിരുന്നത് ഹെഡ് ഓഫീസിലായിരുന്നു. ആ റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ എനിക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി, എനിക്ക് എൻ്റെ സ്ഥാപനം തന്ന ജോലി എൻ്റെ കഴിവിനും അപ്പുറമായിട്ട് ചെയ്തെന്നും എൻ്റെ കഴിവുകളും എൻ്റെ എല്ലാ ശ്രമങ്ങളും ആ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കായിട്ടാണെന്നും എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. ഇന്ന് ഞാൻ തിരുവനന്തപുരത്തെ കാഞ്ഞിരമ്പാറ എന്ന സ്ഥലത്ത് വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും കഴിയുന്നു. മക്കൾ രണ്ടുപേരും ഒക്കെ വിദേശങ്ങളിലാണ്. ഞങ്ങൾ രണ്ടുപേരും സ്വസ്ഥമായിട്ടും സുഖമായിട്ടും പുസ്തകങ്ങളും വായനയും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും അത്യാവശ്യത്തിന് പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാനും കഴിയുന്നു. അതാണ് എനിക്ക് എന്നെപ്പറ്റി പറയാനുള്ളത്.